ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ്. ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, അതിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത്. കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. 9 of Swords, Fool, Seven of Swords, Ten of Wands. കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് നമുക്കിതാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ടവർ, രണ്ട് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 2 of Pentacles, 10 of Pentacles, ചാരിയറ്റ്. അപ്പോൾ നമുക്കിതാണ് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് എനർജി ആയിട്ട് നോക്കുമ്പോൾ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനമില്ല, ഉറക്കമില്ല, ഓവർ തിങ്കിങ് ആണ്. എന്ത് ചെയ്യണം, എന്ത് തീരുമാനമെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ, അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരോടും പറയാൻ പറ്റാതെ സ്വയം മനസ്സിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ച് നിങ്ങൾ കരയുന്ന ഒരു എനർജിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ വേദനിക്കുന്നത് മറ്റാരും അറിയരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ചീറ്റിംഗ് അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു, അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ചു. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വേണം, ഇതിൽ നിന്ന് മാറിപ്പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കതിന് തയ്യാറല്ല, നിങ്ങൾക്ക് ഭയമാണെന്നാണ് കാണിക്കുന്നത്. മുന്നോട്ട് പോകുവാനും വയ്യ, പിന്നോട്ട് പോകുവാനും വയ്യ, എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു 10 of Wandsന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതായത് ഇത്രയും കാലം നിങ്ങൾ കരുതിയിരുന്നത് ഈ ഒരു ബന്ധം സന്തോഷ സമാധാനം, അതല്ലെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നു എന്നതായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ തിരിച്ചു ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധം കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് മുൻപ് ഉണ്ടായിരുന്ന പല നല്ല കാര്യങ്ങളും നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ എൻ്റെ റിലേഷൻഷിപ്പിൽ, അതായത് മുൻപ് നിങ്ങൾക്ക് നല്ല ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ദുഃഖമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ചില നല്ല കാര്യങ്ങൾ നിങ്ങൾ എടുത്തു മാറ്റി. അപ്പോൾ അതിൻ്റെതായ ഒരു കുറ്റബോധം, അതല്ലെങ്കിൽ ഒരു നിരാശ നിങ്ങളെ ബാധിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് വളരെയധികം ഒരു ഭാരമായി തീർന്നിരിക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഹാപ്പി അല്ല, നിങ്ങളുടെ വേദനകൾ നിങ്ങൾക്ക് ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൂടാതെ തന്നെ മുൻപ് നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങി വന്ന സമയത്ത് പലരും നിങ്ങളോട് ഉപദേശിച്ചിരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്ത് അവരുടെ പോലും വാക്കുകൾ കേൾക്കാതെ മുന്നിട്ട് ഇറങ്ങിയതായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങളിപ്പോൾ നിരാശയിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത്. ഫ്യൂച്ചറായിട്ട് നമുക്ക് കിട്ടുന്നത് ആദ്യം ഒരു ടവറാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിൽ വലിയൊരു മാറ്റം, അതായത് യൂണിവേഴ്സായിട്ട് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തെ ഇടിച്ച് മാറ്റി കളയുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതാണ് നമുക്കിവിടെ ഈ ഒരു ടവർ കിട്ടിയേക്കുന്നത്. അതായത്
ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു ബന്ധം കെട്ടിപ്പടുത്ത് മുകളിലോട്ട് കൊണ്ടുവന്നത്, അതിനെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ തകർത്ത് കളയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം നമുക്കൊരു 2 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് കുറച്ച് സമയങ്ങൾ കൂടി നിങ്ങൾ ഒരു കൺഫ്യൂഷനിലായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഒരു വ്യക്തമായ തീരുമാനം എടുത്ത് അതിൽ നിന്നും പുറത്തോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഏത് സാഹചര്യമാണോ നിങ്ങൾ ഈ ഒരു സമയത്ത് തളച്ചിട്ടിരിക്കുന്നത്, അതിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും പുറത്തോട്ട് വരൂ എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പൂർണ്ണമായും അത് മാറ്റി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ കൂടെ കൊണ്ട് നടക്കുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതായത് പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. ഒരു ടവർ എനർജി കിട്ടുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് ഒരു ഒറ്റപ്പെടൽ, അതല്ലെങ്കിൽ ആരും മനസ്സിലാക്കുന്നില്ല, ഒരു ഏകാന്തത, ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുവാനായിട്ടുള്ള കാരണം നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ മനസ്സിലാക്കുവാനായിട്ടാണ്. യൂണിവേഴ്സ് ആയിട്ടാണ് നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും പഠിച്ച് നിങ്ങൾ മുന്നോട്ട് വരിക. അതിനുശേഷമാണ് ഈ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. അതോടൊപ്പം ഒരു ചാരിറ്റി കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കൺട്രോള് നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോള് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ കൈകളിലായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി തിരിച്ചത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടിലൂടെ പോകേണ്ടതായിട്ട് വരും. പക്ഷെ അതിനുശേഷം സമാധാനപൂർണമായ സന്തോഷപൂർണമായ ഒരു ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുപോകേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചറായിട്ട് നോക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ കുറച്ച് വേദനയോടെ ആണെങ്കിലും നിങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടി വരും. അതിനുശേഷം ലൈഫിലോട്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.